നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ പോകുന്നു. ഒന്ന് ബ്രോമാൻ സിനിമയുടെ റിവ്യൂ, രണ്ടാമത് മറ്റേ മാർക്കോ സിനിമയുടെ അൺകട്ട് വേർഷൻ, അതുമായി ബന്ധപ്പെട്ട സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രോമാൻസ് എന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ബ്രോമാൻസ് ഞാൻ പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബേസിക്കലി ഇത് ഭയങ്കര വലിയ സിനിമയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പടം തന്നെയാണ്. പിന്നെ ഇതൊരു ജെൻസി വൈബുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്നുള്ള ഈ പറയുന്ന ഒരു 80s 90s കാലഘട്ടത്തിലുള്ളവർക്ക് എത്രത്തോളം കണക്റ്റ് ആകും എന്നറിയില്ല, പക്ഷേ കണക്റ്റ് ആകുമായിരിക്കും ആ ഒരു മൈൻഡുള്ള ആൾക്കാർക്ക്. നല്ലൊരു ഡീസൻ്റ് ആയ ഒരു ഫിലിം തന്നെയാണ് ഈ പറയുന്ന ബ്രോമാൻസ് എന്ന സിനിമ. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, പിന്നെ ഈ പറയുന്ന ഒരു എഡിറ്റിംഗ്, പെർഫോമൻസ്, അതെല്ലാം നൈസായിരുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന അതിൻ്റെ എഡിറ്റിംഗ് കാര്യമാണ്. അപ്പോൾ തല്ലുമാല സിനിമയിലൊരു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ റീൽസിൻ്റെ ടൈപ്പ് ഓഫ് എഡിറ്റിംഗ്, അത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ തല്ലുമാലയുടെ അത്രത്തോളം വന്നിട്ടില്ലെങ്കിൽ പോലും ചില സീൻസിലൊക്കെ ഇതിൻ്റെ എഡിറ്റിംഗ് നൈസായിരുന്നു. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എസ്പെഷ്യലി എൻ്റെ ഈ പറയുന്ന ക്ലൈമാക്സ് സീനിൽ, ഒരു ഫൈറ്റ് സീനിൽ, അതായത് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീനിൽ ഈ പറയുന്നൊരു ക്യാമറ ആംഗിൾസും എഡിറ്റിങ്ങും അതൊക്കെ നൈസായിരുന്നു. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഗൈസ് മറ്റേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് പറഞ്ഞാൽ ഒന്ന് സംഗീത് പ്രതാപിൻ്റെയും പിന്നെ നമ്മുടെ അർജുൻ അശോകൻ്റെയും മഹിമാ നമ്പീരനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു ട്രെയിലറിനകത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അവരുടെ കാസർഗോഡ് സ്ലാങ് അതൊക്കെ നൈസായിരുന്നു. അവർ ഈ കാസർഗോഡ് സ്ലാങ് ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നടക്കുന്ന കോമഡീസും അതൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ അർജുന ഷോവിൻ്റെ പെർഫോമൻസ്, എസ്പെഷ്യലി ഇൻ ദ ക്ലൈമാക്സ്, അതെന്താ സീനെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു സീൻ്റെ അകത്ത് പുള്ളിയുടെ ക്ലൈമാക്സ് നൈസ്, ക്ലൈമാക്സ് ഇൻ ദ സെൻസ് ആ ഒരു ക്ലൈമാക്സിലെ പെർഫോമൻസ് അത് നൈസ് സംഭവമായിരുന്നു. പ്രത്യേകം എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നൈസായിരുന്നു. ആ ഒരു എക്സെൻട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. പുള്ളി എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതൊക്കെ അത് പടത്തിലുണ്ട്. പിന്നെ ഷാജോൻ്റെ മറ്റേ ഫൈറ്റ് സീൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഡോൺലി ഇല്ലേ, നമ്മുടെ ഡോൺലിയിലെ ഈ പറയുന്നൊരു പഞ്ചൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറയാറില്ലേ ഒരു ഇടി 1.5 കിൻഡൽ വീണ്, ഇതിൻ്റെ അത് ഈ പറയുന്ന നമ്മുടെ ഷാജോൻ്റെ കഥാപാത്രമാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. അതായത് ഒറ്റ ഇടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു ഇടി കൊടുക്കുമ്പോൾ ഇവരൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും അത് എന്തെങ്ങനെയാണെന്നൊന്നും നമുക്ക് തോന്നത്തില്ല, കത്തിയായിട്ട് തോന്നില്ല. കാര്യം നമുക്ക് ആ ഒരു ഇടി അയാൾ ഇടിക്കുമ്പോൾ നമുക്ക് തെറിച്ചു പോകും, അയാൾ ഇടിക്കുമ്പോൾ തെറിച്ചു പോകുമല്ലോ ആൾക്കാർ. അത് കാണുമ്പോൾ കൺവിൻസിങ് ആയിട്ട് തോന്നും, കാരണം അങ്ങനത്തെ രീതിയിലാണ് അത് ബിൽഡ് ചെയ്ത് വെച്ചേക്കണം. എല്ലാവരുടെ പെർഫോമൻസ് നൈസായിരുന്നു. പിന്നെ സ്റ്റോറി എനിക്ക് തോന്നുന്നു വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി സെക്ഷനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ മാത്യുവിൻ്റെ കഥാപാത്രത്തിൻ്റെ ബ്രദർ കാണാണ്ട് പോകുന്നു. അങ്ങനെ ഈ ബ്രദറിനെ തേടി പിടിക്കാൻ വേണ്ടി എങ്ങനെ ഈ മിസ്സിങ് ആവുന്നതെന്നും ഇതെന്തുകൊണ്ട് മിസ്സിങ് ആവുന്നതെന്നും ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും തമാശയും അന്വേഷണവും അതൊക്കെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ടിനെ പറ്റി പറയുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോൻ്റെ അകത്ത് പറയാം. ശരിക്കും പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ആസ്പെക്റ്റ് വളരെ നൈസായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ബ്രോമാൻസ് മൂവി, ഇറ്റ് ബി എ ഗുഡ് വാച്ച്. അപ്പോൾ അതാണ് സംഭവം ബ്രോമാൻസിനെ പറ്റി. അടുത്തത് മാർക്കോ സിനിമയെ പറ്റി. മാർക്കോ എന്ന സിനിമയുടെ ഈ പറയുന്ന 14-ാം തീയതി ആയിരുന്നു. അപ്പോൾ കുറേ സിംഗിൾസിന് ഞാൻ ഇതിൻ്റെ ട്രോളൊക്കെ കണ്ടായിരുന്നു. അതായത് February 14th കമ്മിറ്റഡ് പീപ്പിളിന് ഇപ്പോൾ വാലന്റൈൻസ് ഡേ, സിംഗിൾസിന് വയലൻസ് ഡേ. കാരണം ഈ പറയുന്ന അണിയറ പ്രവർത്തനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. February 14 ആകുമ്പോൾ ഈ പറയുന്ന സിനിമ OTT വരുമ്പോൾ അതിൻ്റെ ഫുൾ അൺകട്ട് വേർഷൻ നിങ്ങൾക്കറിയാം. ഇപ്പോൾ തിയേറ്ററിൽ നമുക്കൊരു സിനിമ റിലീസ് A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും കുറേ മാനദണ്ഡങ്ങളുണ്ടാവും. അതായത് ഇന്ന സീൻസ് കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വയലൻസ് അത്രയും വയലൻസ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ OTT വരുമ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഓൾഡ് ബോയ് സിനിമയുടെ OTT വേർഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾഡ് ബോയ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൽ ചില വയലൻസ് സീക്വൻസ് ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വയലൻസ് സീക്വൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ച്, പ്രത്യേകിച്ച് OTT റിലീസും കൂടി ആയതുകൊണ്ട് വിചാരിച്ച് ഈ പറഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ച് കുറേ പേരിരുന്ന് അവസരം പടം കണ്ടപ്പോൾ OTT കണ്ടപ്പോൾ തിയേറ്ററിൽ കളിച്ച സെയിംസ് ആണെന്നാണ് OTT ഒന്നുമില്ലടേ അതിൻ്റെ. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്താ കാര്യം എന്നൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആരോ കൊണ്ട പരാതി കൊടുത്തുനിന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മാർക്കോ സിനിമ കണ്ട ഒരാളാണ്. മാർക്കോ കണ്ടിട്ട് ഞാൻ ആരും കൊല്ലാനും ചവിട്ടാനും കുത്താനും ഒന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് ആ സിനിമ കണ്ടു, ഞാൻ എൻ്റർടൈൻഡായി, ഞാൻ വീട്ടിലേക്ക് വന്നു. അവിടെ അത്രേ ഉള്ളൂ. നമ്മൾ സിനിമയ്ക്ക് പോയാൽ ഓക്കെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ആസ്പെക്റ്റ്, ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ ഞാൻ എല്ലാ പടമൊന്നും തിയേറ്ററിൽ പോയി കാണുന്ന ആളൊന്നുമല്ല. കുറച്ച് സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണുന്ന ആളായത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ, നമ്മളൊരു തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നു, നമ്മൾ വീട്ടിലേക്ക് വരുന്നു. കുറച്ച് ദിവസം ചിലപ്പോൾ ആ സിനിമയുടെ ഹാങ് ഓവറൊക്കെ ഉണ്ടാവും. അത് ആ ഹാങ് ഓവർ നമുക്ക് ഉണ്ടാവും, ആ പടത്തിൻ്റെ ആ ഒരു ഹാങ് ഓവറും കാര്യങ്ങളും. പക്ഷെ എന്ന് പറഞ്ഞ് ആ പടത്തിലെ സാധനം അങ്ങനെ തന്നെ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. എസ്പെഷ്യലി ഇതുപോലുള്ള കാര്യങ്ങൾ.
ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കുട്ടികൾ ഇതൊക്കെ കണ്ട് വഴിതെറ്റാനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ടത്തെ കാലത്തൊക്കെ ഈ പറയുന്ന ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ലേ? ഇപ്പം ഈ പണ്ട് ഈ ശക്തിമാരൊക്കെ കണ്ടിട്ട് കുറേ എണ്ണം മറ്റേ ഏതാണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴെ വീഴുന്നു എന്നൊക്കെ ലൈക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് എവിടെ ഒരുത്തം പറയേണ്ടത് പണ്ടെങ്ങോട്ട് വായിച്ചത് സത്യമാണെന്ന് അറിയില്ല, ഈ പറയുന്ന സ്പൈഡർമാനെ പോലെ ആവാൻ വേണ്ടി നമ്മുടെ സ്പൈഡർമാൻ വണ്ടിയിൽ ഈ എട്ടുകാരി കുത്തുമ്പോഴാണല്ലോ ഈ പറയുന്ന ആൾ സ്പൈഡർമാൻ ആവുന്നത്. അതുപോലെ ആവാൻ വേണ്ടി ശ്രമിച്ച് മരിച്ചുപോയെന്നോ അസുഖം വന്നെന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പണ്ട് തൊട്ട് ഈ സംഭവം ഉണ്ട്. ഇപ്പം സിനിമ കണ്ട് വഴിതെറ്റുക എന്നുള്ളൊരു സംഭവം ഇന്നത്തെ കാലത്ത് മാത്രമല്ല, അത് ഇന്ന് മാത്രമല്ല ഇങ്ങനത്തെ പടം. പിന്നെ ഈ പടം കണ്ട് വഴിതെറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ബേസിക്കലി സിനിമയായി കാണാനുള്ള ഒരു വിദ്യാഭ്യാസം നമ്മുടെ പാരൻസും ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റവും കൂടി കൊടുക്കണം. അല്ലാതെ അവർ ഈ ചുമ്മാ ഇപ്പം ഈ നമ്മുടെ ഈ പറയുന്ന സിനിമ വെറുതെ നിരോധിക്കുക, ഇത് എന്താ അർത്ഥമാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സിനിമയായി കാണാൻ പല ആൾക്കാർ ഇപ്പോഴും മടിക്കുക. അതൊരു സിനിമയാണ്, അതൊരു ആർട്ട് വർക്കാണ്, അതൊരു ഫിക്ഷനാണ്. അതിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ പല കാര്യങ്ങളും കാണും, മനസ്സിലായോ? കാരണം അങ്ങനെയാണ് അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കോ എന്ന് പറയുന്ന ആൾ അത്രയും വയലൻ്റ് ആയ ഒരാളാണ്, അയാൾ അത്രത്തോളം ഇതാണ്. അല്ലാതെ അയാൾ ഈ പറയുന്നൊരു പുണ്യാത്മാവല്ല മാർക്കോ എന്ന സിനിമയിലുള്ള ആൾ, വില്ലന്മാരാണെങ്കിലും. വയലൻസ് അയാളുടെ ലൈഫിലെ പാർട്ടാണ്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പാർട്ടാണെങ്കിൽ അത് കാണിച്ചേ പറ്റൂ. അതിന് ഈ പറയുന്ന നിങ്ങൾ വന്നിട്ട് ഈ പറയുന്ന അയ്യോ ഇത് കണ്ട കുട്ടികൾ വഴിതെറ്റ 18+ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ 18+ എന്ന സിനിമ ഏറ്റവും ഉദ്ദേശിച്ചത് 18+ ആയിട്ടുള്ള ഈ ഒരു സിനിമ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഈ പാരൻസിനല്ലേ കുഴപ്പം? അത് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. എടാ മോനെ നിനക്ക് 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് നീ ഇങ്ങനത്തെ സിനിമയൊന്നും കാണാൻ പാടില്ല എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം. സ്കൂളും ടീച്ചേഴ്സും, ഇപ്പോൾ സ്കൂളുകാരും പാരൻസും. അല്ല സിനിമ നിരോധിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ സിനിമയെ കാണാൻ പഠിക്കണം. ഇതൊന്നുമില്ല. ഒരുത്തങ്ങോട്ട് പരാതി കൊടുത്തേക്കണം, എന്തായത് ഈ പടം കണ്ടിട്ട് അതിൽ വയലൻസ് നീക്കം ചെയ്യണമെന്ന്. എന്തുപാട് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. മോസ്റ്റ് വയലൻറ്റ് ഫിലിം, ഇറ്റ്സ് എ മോസ്റ്റ് വയലൻറ്റ് ഫിലിം. ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ത്രാണിയുള്ളവൻ പോയി കാണും, ത്രാണിയില്ലാത്തവൻ കാണണ്ട. ഇപ്പം മാർക്കോ സിനിമ കണ്ട് കുറേ എണ്ണം ഈ പറയുന്നത്, എൻ്റെ ഫ്രണ്ട് മാർക്കോ സിനിമ കണ്ടിട്ട് അവൻ ഭയങ്കര ഇതായിപ്പോയി. ഞാൻ വിചാരിച്ചു അവൻ ഇതിനെ പിന്നെ വന്നതെന്ന്, അവൻ ഈ പടം കണ്ടിട്ട് ഇതായിപ്പോയെന്ന്. ഞാൻ പറയണം നീ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ നീ വീട്ടിൽ ചെണ്ടോ അല്ല ഫീൽ ഗുഡ് പടം കണ്ടിട്ട് കിടന്നുറങ്ങും. ചിലപ്പോൾ ഇനി ഉറങ്ങുമ്പോൾ വല്ല ഓർത്തിട്ട് ഇനി ഉറങ്ങാൻ പറ്റൂല ഒരവസ്ഥ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ കളിയാക്കിയതല്ല, അവൻ്റെ ഓരോരുത്തരുടെയും മെൻ്റൽ സ്റ്റേജ് അങ്ങനെ ആയിരിക്കും. ഇപ്പം എല്ലാവർക്കും ഈ പറയുന്ന വയലൻസ് കണ്ടുപിടിക്കും. എനിക്ക് ചില വയലൻസ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂല. ഞാൻ ഇപ്പോൾ OTTയിലാണെങ്കിൽ കാണണമെങ്കിൽ പോലും ഞാൻ ചില മറ്റേ പറയുന്ന ക്ലൈമാക്സ് എടുക്കുന്നൊരു വയലൻസ് ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ സത്യം പറയട്ടെ ആ സീൻ ഞാൻ ഇങ്ങനെ ഇതാ കണ്ടത്. കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ കുട്ടികളോടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ കണ്ടില്ല. അത് തിയേറ്ററിൽ എങ്ങനെയോ കണ്ടു, ലൈക്ക് ഞാൻ ഫുള്ളായിട്ടും കണ്ടില്ല. കാരണം ഞാനിങ്ങനെ കണ്ണൊക്കെ അടച്ച് കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കുട്ടികളുടെ നേരെ കാണിക്കുന്ന വയലൻസ് ചെയ്യുന്നത്. സത്യം എൻ്റെ ഒരു അഭിപ്രായമാണ്, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ OTT ആണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ കണ്ടത്. കാരണം ചില വയലൻസ് എനിക്ക് പറ്റത്തില്ല, അതെൻ്റെ ഒരു ഇത്. പക്ഷെ അതെനിക്കൊരു ബോധമുണ്ട്, അത് സിനിമയാണെന്നുള്ള ബോധം. അങ്ങനെ വേണം, നമ്മൾ സിനിമയായി കാണാൻ പഠിക്കണം. എന്തുവാടേ സത്യം കിട്ടും. ഇറ്റ്സ് ഹൈ ടൈം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, സിനിമയെ കാണാനുള്ള, അല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. അപ്പോൾ രണ്ട് വിഷയങ്ങളെ പറ്റിയിട്ട് ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തെറ്റുള്ള ബെല്ലൈക്കൺ നമുക്ക് പുതിയ വീഡിയോ ബൈ.